ഉണ്ടല്ലേ? ആ ഗ്യാപ്പിലുണ്ട്. ടെക്നിക്കലിന്റെ ആളാണ്. എങ്ങനെയാണ് ഫ്രെയിം വെക്കേണ്ടത്? നിങ്ങൾക്കാണ് ടെക്നിക്ക് അറിയാവുന്നത്, എനിക്ക് ടെക്നിക്ക് അറിയില്ല. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും നാള് മാറും എന്നുള്ളൊരു വിശ്വാസം ഉറപ്പുണ്ട്. കാരണം ഈ ഇരിക്കുന്ന മനുഷ്യൻ അപ്പൊ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ടിനു പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാ തുറന്നാൽ മതി എന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഹോദര ശേഷം നിങ്ങൾ ആന്റണിയുടെ ഇടി പ്രതീക്ഷിച്ച് വ്യത്യസ്തനായ അനുഗ്രഹീതനായ ആന്റണി കാണാനായിട്ട്. ആന്റണി എന്റെ കഴിഞ്ഞ 2 പടങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ പടത്തിൽ ആ 2 പടം പോലുള്ള ആളല്ല. ഈ പടത്തിൽ ആന്റണിക്ക് ഫൈറ്റ് ഇല്ല. ആന്റണി ഈ പടത്തിന്റെ സ്ക്രീൻ പേസ് ആന്റണിക്ക് കുറവാണെങ്കിലും ഈ സിനിമ ഡ്രൈവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ശരിക്കും ആന്റണിയാണ്. അർജുൻ എന്റെ കഴിഞ്ഞ സിനിമയിലുള്ള ആളായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ അർജുനും ആന്റണിക്കും ഫൈറ്റ് ഇല്ല. അവർ ജീവിതത്തിൽ മാത്രമാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ പക്ഷേ ഈ സിനിമയുടെ എന്താ പറയുന്നത് ത്രൂ ഔട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. മാത്രമല്ല അർജുൻ എന്റെ സിനിമയിൽ ചെയ്യാത്ത തരത്തിലുള്ള വേറൊരു ക്യാരക്ടറാണ് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത്. ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പോലെ തന്നെ വെറുതെ തേരാപ്പര പഠിക്കാൻ പോയിട്ട് ഡ്രോപ്പ് ഔട്ടായിട്ട് തേരാപ്പര നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലേക്ക് വരികയും വന്നിരിക്കുന്നു ജസ്റ്റിൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഈ ലിറിക്കൽ വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റിൻ വർഗീസ്, ടിനു പാപ്പസിനല്ല ജസ്റ്റിൻ വർഗീസ് എന്ന് പറഞ്ഞ ആളോ അതാണ് ഈ ഇരിക്കുന്ന മുതലാണ് ജസ്റ്റിൻ വർഗീസ്. എനിക്ക് തോന്നുന്നു ജസ്റ്റിനെ ഈ സിനിമയുടെ മറ്റൊരു അറിയാലേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിർദാക്ഷിണ്യം പണിയെടുപ്പിച്ച് ക്രൂരരാണ്. ഒരു പ്രാവശ്യം നമ്മുടെ പ്രൊഡ്യൂസർ അരുണാരായണനെ രാത്രി ജസ്റ്റിൻ വിളിച്ചിട്ട് അപ്പൊ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേ നൈറ്റ് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റിൻ അരുണാരായണനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അരുൺ വിചാരിച്ചു രക്ഷപ്പെട്ടെ, എല്ലാം സെറ്റായി, പാട്ടും BGM എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് നേരെ ജസ്റ്റിന്റെ സ്റ്റുഡിയോയിലോട്ട് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആളും അനക്കം ഒന്നുമില്ല, ജസ്റ്റിനെയും കാണാനില്ല. നോക്കുമ്പോൾ ജസ്റ്റിൻ താഴെ നിലത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അരുൺ ചോദിച്ചു എന്താ ബ്രോ എന്ത് പറ്റി? ഇല്ല എനിക്ക് പറ്റത്തില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മളെല്ലാവരും ഈ സ്ട്രെയിനും എഫേർട്ടും എടുക്കുമ്പോഴും അത് ഒരിക്കലും ഇത് കാരണം പടം കാണണമെന്ന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഡ്രൈവ് നിങ്ങൾക്ക് തരും എന്നാണ് എന്റെ വിശ്വാസം. അത് സംഭവിക്കട്ടെ. അല്ല അത് തന്നെ ആ പോയിന്റ് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ചു. വെച്ചാൽ സിനിമ ഉറപ്പായിട്ടും അവര് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് അത്. അപ്പൊ എന്തായാലും അത് മാത്രമല്ല ഒരു 4 മാസത്തോളം ഷൂട്ട് നടന്ന് നമ്മൾ എല്ലാവരും നല്ല സ്ട്രഗിളും നല്ല ഹെക്ടിക് വർക്കിലൂടെ പോയതാണ്. അപ്പൊ ഈ പടം നാളെ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണും എന്ന് 100% വിശ്വാസമുണ്ട്. പ്ലസ് നിങ്ങളെല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കലക്കപ്പടമായിരിക്കും. ഒരു നല്ല പടം ചെയ്തതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പെപ്പയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെപ്പയുടെ കാര്യം പറഞ്ഞല്ലോ. കാരണം ഇതുവരെ ടിനുവിന്റെ പടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ആന്റണി പെപ്പയെ അല്ല ചാവുകളിൽ കാണാൻ സാധിക്കുക. കുറച്ച് സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെപ്പെ ഫാൻസ് ഒക്കെ എന്നെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ഈ പയ്യനെ ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സമാധാനം. കാരണം പെപ്പെ ഫാൻസും ഹാപ്പിയാണ്. പെപ്പയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് വേറൊരു രീതിയിലുള്ളൊരു ആന്റണി പെപ്പയെ കാണാനായിട്ട് സാധിച്ചു. അത് പെപ്പെ ആണോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ പെപ്പയുടെ പ്രസൻസ് ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം നമുക്ക് കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനുശേഷം ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ കുറേയേറെ മാജിക്കുകൾ സംഭവിക്കാറുണ്ട്. ഒരു നല്ല പടത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അത് തന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കഥ പറയുന്നു, അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങൾ വരുന്നു, അതിനുശേഷം നമ്മളത് ഷൂട്ട് ചെയ്യുന്നു. ഈ ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് മിനിമം ഒരു നല്ലൊരു ക്വാളിറ്റി സിനിമ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിൽ ചില മാജിക്കുകളും എല്ലാം സംഭവിക്കാറുണ്ട്.
അത് ദൈവം സഹായിച്ച് ചാവേറിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു മാജിക് എന്ന് പറയുന്നത് ഈ ആന്റണിയുടെ മാജിക്കൽ പ്രസൻസ് ആണ്. കാരണം ചില സീനുകളിൽ നമുക്കറിയാം ഈ സീനിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയാം, പക്ഷെ അതിനിടയ്ക്ക് പെട്ടെന്ന് ഈ പെപ്പയുടെ ഒരു ഷോട്ട് വരും, ഇവിടെ ഇവന്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് മനസ്സിലാകുന്നത് കമ്പനി ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര അങ്ങനെ പുള്ളി പറഞ്ഞെങ്കിലും അവൻ കമ്പനി ആർട്ടിസ്റ്റ് അല്ല, അവൻ അതിലും വലിയ കമ്പനികൾ തേടി പോയി കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ RDXന് ശേഷം പെപ്പയുടെ അടുത്ത് ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അതില് അവൻ പറഞ്ഞിട്ട് എന്താണ് ഒളിച്ചിരിക്കുവാണ്. ഹലോ, അപ്പൊ നാളെ നമ്മുടെ സിനിമ ഇറങ്ങാണ് ചാവേറ്. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക്, അത് നാളെ തിയേറ്ററിൽ എത്തണം. അപ്പൊ ഒന്നും പറയാനില്ല, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് നമ്മുടെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അതെ, തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, ഇത്രയും നാള് നിങ്ങൾ നമുക്ക് തന്ന ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നാളെ തിയേറ്ററിൽ എല്ലാവരും വരിക, പടം കാണുക. പിന്നെ നേരത്തെ ഇവർ പറഞ്ഞവര് തന്നെ ചാവേറിൽ ഞാനൊരു എന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ 12 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ ഒരു സിനിമയിൽ. സ്ക്രീൻ ടൈം അത് കൂടുതലുണ്ടോ എനിക്കറിയാണോ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രി അല്ലെങ്കിൽ നമ്മുടെ അജയചാന്ദ്രൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് നമ്മുടെ പടം കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂ. ശരിക്കും ഈ സിനിമയുടെ യഥാർത്ഥ കാരണക്കാരൻ കുറച്ച് വൈകിയാണ്. എല്ലാ കാര്യത്തിലും പുള്ളി വൈകിയേ വരും. കാരണം പുള്ളിയുടെ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോടുള്ളവർക്ക് വൈകി വരൽ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അവർ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ഈ സിനിമ കെട്ടിപ്പൊക്കിയത്. ഈ സിനിമയ്ക്ക് വേണ്ടി വെടിമരുന്ന് തന്നാണ് വൈകി വന്ന വസന്തം. അത്യധികം സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നുള്ളത്. മമ്മൂക്കിയുടെ സാറിന്റെ വീട്ടിൽ പോയായിരുന്നോ? നമുക്കൊരു ചാലഞ്ചാണിത്. ജോയിടം പറഞ്ഞു, അതായത് ഈ ഒരു സിനിമ സംഭവിച്ചതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ലോകത്ത് സംഭവിക്കാൻ ഓരോ പ്രത്യേക സന്ദർഭങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഈ സിനിമ ഇങ്ങനെ സംഭവിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ റിസൾട്ട്. ഞാൻ എന്താണോ എഴുതി വെച്ചത് അതിനപ്പുറത്തേക്ക് ഈ സിനിമ വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് കുറെ കാര്യങ്ങൾ ഇനി നന്നാക്കാൻ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോ തോന്നുന്നുണ്ട് സ്ക്രിപ്റ്റിലല്ലേ. സ്ക്രിപ്റ്റ് ആദ്യം കത്തിക്കേണ്ടത്. പിന്നെ ഇവരെ പറ്റിയൊക്കെ പൊഴുത്തിയില്ലേ, ആവശ്യത്തിൽ കൂടുതൽ ഇത് എന്താ പറയാ, ഇതിനെ പറ്റി സിനിമ പറ്റി കഥ പറയണ്ടല്ലോ. കഥ നാളെ അവർ കാണുവാണല്ലോ, അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഈ ചാക്കോച്ചിന് താഴെ എന്താ അടച്ചു വെച്ചിട്ട് ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. അതായത് ഭയന്നിട്ടാണോ ഈ അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞു ജോയ് മാത്യു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതായിരിക്കും. വാച്ച്മാൻ തന്നെ എന്നോട് പേര് ചോദിച്ചു, നാളെ കിട്ടുമോ? ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയുന്നൊക്കെ. ഇപ്പൊ ഒരു തിരിച്ചറിവുണ്ടായില്ലേ? പക്ഷെ അയാള് ബംഗാളിയാ. അയാള് ബംഗാളിയാ. മലയാളത്തില്. പിന്നെ ചാക്കോച്ചനെ കാണാന്ന് പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി ഒരു പട്ടുകേസാന്ന് മനസ്സിലായി. വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് പ്രായമായണ്ട. അതല്ല, എന്റെ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുണ്ട്? ഇപ്പൊ നിങ്ങള് ക്യാമറയിൽ കാണുന്ന കളിചിരി അല്ല ചാവേറിലുള്ളത്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഇമോഷൻസും എല്ലാം ചാവേറിലുണ്ട്. അപ്പൊ ആ ഇമോഷൻസ് കണക്ട് ആവുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം വെറും ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നതിനപ്പുറം നമുക്ക് ഒരു ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എഫേർട്ടിനെ പറ്റി പറയണ്ട, പടം കാണട്ടെ. അതായത് ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇത് 2 രീതിയിൽ എടുക്കാമായിരുന്നു ശരിക്കും. പക്ഷേ ഏതാ ഈ ലൈവ് വീഡിയോ ആണോ? അല്ലല്ല, ലൈവ് വീഡിയോ അല്ല, നമ്മുടെ സിനിമ തന്നെ. സിനിമ തന്നെ. പക്ഷേ ഇത് സംഭവിച്ചാൽ പഴഞ്ചനായിട്ടും പുതുതായിട്ടും എടുക്കാമായിരുന്നു. ഇത് ഏറ്റവും പുതിയ മെത്തേഡ് എടുത്തതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത. വേൾഡ് വൈഡ് ആണ്, കേരളത്തിൽ മാത്രമല്ല നാളെ റിലീസ്. വേൾഡ് വൈഡ് ആണ്.
അരുൺ നാരായണും വേണുകുന്നപ്പിള്ളയുടെയും പ്ലാൻ. അപ്പൊ അത് നാളെ എത്തുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോ ചാവേറ് ജോയിയേട്ടന്റെ തിരക്കഥാ സംഭാഷണത്തിലെ സിനിമയാണ്. അപ്പം ജോയിയേട്ടൻ അത് എന്നെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചത്. അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് ജോയിയേട്ടനും പ്രേക്ഷകരുമാണ് പറയേണ്ടത്. അപ്പോൾ ചാവേർ ഇന്ന് രാത്രി 9 മണിക്ക് ഒരു പ്രിവ്യൂ ഷോ ഉണ്ട് ക്യൂബിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ശരിക്കും ആ സിനിമ നിങ്ങളുടെയാണ്. പിന്നെ എനിക്ക് റോളില്ല. ആക്ച്വലി എൻ്റെ റോള് ഒരു 11 മണിയാകുമ്പോൾ അല്ലേ? ഞങ്ങൾക്ക് ആർക്കും റോളില്ല. അതെ, 11 മണിയാകുമ്പോൾ ആക്ച്വലി മാത്രം വഴിയാതാരാ. അതെ, ചാവേറിൽ എൻ്റെ റോള് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ കാണുക, അഭിപ്രായം അറിയുക. ചാക്കോച്ചൊന്നും പറയാം. പാട്ട് പാടുന്നു. പാട്ടിനെ പറ്റി അല്ല, ടിനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടിനുവിന് വെറുതെ നോർമലായിട്ട് നമ്മൾ കേൾക്കുന്ന പാട്ടും മ്യൂസിക്കും സ്കോറിലും ഒന്നും ടിനുവിന് വേണ്ട. കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം നമ്മൾ മഴ സമയത്തൊക്കെ ഇവിടെ തവള അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെ എടുത്ത് സാമ്പിളാക്കി അപ്പൊ ആ സീൻ ഓക്കെ കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ചാവാറായെന്ന് ഞാൻ അരുൺബ്രോട് പറയായിരുന്നു. എന്താ വെച്ചാല് കുറച്ച് നാളായിട്ട് ഞാനും എൻ്റെ കൂടെ ഒരു ടീമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് കുറെ പണി എടുപ്പിച്ചു. പക്ഷെ എന്തായാലും ഇതിന്റെ അവസാനം ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ടീനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ ടീം നമ്മളെ ഊറ്റും. അപ്പൊ നമുക്ക് എന്താണ് മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഇന്ന് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, പാട്ട് കേൾക്കണം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. അല്ല, അത് ചാക്കോച്ചൻ ചാക്കോച്ചന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ മൊത്തം എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നാരങ്ങളും തരുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിട്ട് വന്നിട്ടുള്ള ടീമാണ്. അപ്പൊ അത് എല്ലാ രീതിയിലും ഒരു ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ നാളെ ചാവേറ് തിയേറ്ററുകളിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേതായി മാറാൻ പോവുകയാണ്. അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ. നിങ്ങൾ ഏറ്റെടുക്കുക. അതെ, തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന പോലെ ഒരു ചാവേർ എന്നുള്ള സിനിമ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അഭിമാനിക്കുന്ന ഒരു അഭിമാനമായിട്ട് മാറുന്ന ഒരു സിനിമയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നാണ് അരുണാചൽ പ്രൊഡക്ഷൻസും കാവ്യ ഫിലിംസ് വേണുകുന്നപ്പിള്ളി ചേട്ടൻ പറയുന്നത്. ദുബായിൽ ഇരുന്നിട്ട് വേൾഡ് വൈഡ് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ദുബായിലാണ് ശരിക്കും ഓപ്പറേറ്റിംഗ്. അന്താരാഷ്ട്ര പരിപാടി, ലോക്കൽ പരിപാടിയിലേക്ക് നമ്മളെ കേരള 28 ഓസ്കാർ, അതുപോലെ ഇന്റർനാഷണൽ പരിപാടികളാണ് സെറ്റ് ചെയ്തത്. നമ്മളിവിടെ കൊച്ചു കേരളത്തിൽ. അപ്പോൾ ചാവേർ നാളെ മുതൽ തിയേറ്ററുകളിൽ നിങ്ങൾക്ക് വേണ്ടി. Thank you. Thank you all. Support. Thank you very much. നെഞ്ചിൽ കുടിയിരിക്കും. ഷെയർ ചെയ്യുന്നുണ്ട് പരിപാടി.